ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കൂന്തലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്, പക്ഷെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കൂടെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോ കൂന്തലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ വേണം ഒന്ന്, അതായത് അതിൻ്റെ തലഭാഗമൊക്കെ ഒന്ന് കളഞ്ഞ് ഈ ഒരു പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. അതിനുള്ളിലത്തൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു മീഡിയം സൈസ് കൂന്തൽ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്, കാരണം അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. വലിയ കൂന്തൽ എടുക്കണേക്കാളും നല്ലത് ഒരു മീഡിയം സൈസ്. ഞാൻ അതുപോലെ തന്നെ പൊടിയരി എടുത്തിട്ടുണ്ട് കേട്ടോ. പൊടിയരി ബ്രോക്കൺ റൈസ്, അതൊന്ന് 2 മണിക്കൂർ നേരം ഒന്ന് കുതിർത്തിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതിന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് അതുപോലത്തെ അരിപ്പച്ചെമ്പിലിട്ടിട്ട് ഒന്ന് വാരച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നന്നായി കുതിർന്ന് ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 5-6 അല്ലി, പച്ചമുളക് ഒരു എരിവ് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായി ചെറുതാക്കി വേണം അരിഞ്ഞെടുക്കാൻ. അതുപോലെ തന്നെ കറിവേപ്പില ഒരു 2 തണ്ട് എടുത്തിട്ടുണ്ട്, തേങ്ങ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നന്നായി ചെറുതാക്കി വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് നമ്മൾ പച്ചക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക്. അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് അതിലേക്ക് ബാക്കിയുള്ള സവാള, തേങ്ങ, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് എല്ലാം കൂടി ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഇഞ്ചിയൊക്കെ ഇങ്ങനെ ചെറുതായി കടിക്കുക, അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി ചെറുതാക്കി വേണം കട്ട് ചെയ്തെടുക്കാൻ. അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടല്ലോ, കൊച്ചുള്ളി, അതായാലും നല്ല ടേസ്റ്റി ആവൂട്ടാ. അത് നന്നായി ചെറുതാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർക്കുക. അപ്പോൾ ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ല ജീരകത്തിൻ്റെ പൊടി. പക്ഷേ അത് ആവശ്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ആ ടേസ്റ്റ് ജസ്റ്റ് ഒരു ഫ്ലേവറിന് ഇട്ട് കൊടുത്തുള്ളൂ, ആവശ്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ അപ്പോൾ അതും കൂടി ചേർക്കുക. അപ്പോൾ ഇനി അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കൂന്തൽ എടുത്തിട്ട് അതൊന്ന് ഇങ്ങനെ വെച്ചിട്ട് കൈ വെച്ചിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ടീസ്പൂണൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ അതിനുള്ളിൽ നിറഞ്ഞ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതൊരു 1/4 ഭാഗത്തോളം നിറച്ച് കിട്ടിയാൽ മതി. കൂന്തൽ ആയതുകൊണ്ട് തന്നെ അത് വേവിച്ച് കഴിഞ്ഞാൽ ഒന്ന് വീർക്കും കേട്ടോ. അപ്പോൾ നമുക്ക് 1/4 ഭാഗത്തോളം ചെയ്തെടുത്താൽ മതി. ഇനി ഒരു പച്ചയിറക്കിൽ വെച്ചിട്ട് ഞാനിതൊന്ന് കുത്തി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പുറത്ത് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. നമുക്ക് ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഏത് രീതിയിൽ വേണം ചെയ്തെടുക്കാം. പച്ചയിറക്കിൽ ഒരു പഴയൊരു ഓർമ്മയാണ് എനിക്ക് കിട്ടുന്നത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. പണ്ടത്തെ ഒരു ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെ വരുന്നത്. ട്രഡീഷണൽ ആയിട്ടാണ്, പണ്ടത്തെ കാലത്തൊക്കെ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ. അങ്ങനെ നമ്മുടെ കൂന്തലെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു സ്റ്റീമറിൽ എല്ലാം ഒന്ന് നിരത്തി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ എല്ലാം ഒന്ന് നിരത്തി വെക്കുക. അപ്പോൾ എല്ലാം തന്നെ ഒപ്പം തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ വെള്ളത്തിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇനി തീ കത്തിച്ചെടുക്കാം. അപ്പോൾ ഒരു 10-20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വേവിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ച് മറിച്ചിട്ടൊക്കെ ഇട്ടിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ആകുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. നമുക്ക് കൂന്തലിൻ്റെ സ്മെല്ലും പിന്നെ അതിലൊക്കെ നിന്നിട്ടുള്ള ഫില്ലിങ്സിൻ്റെ ഒക്കെ ആയിട്ട് ഇടുമ്പോൾ നല്ലൊരു സ്മെല്ല് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സിമ്പിളാണ്, പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ ഒന്ന് അറിയിക്കണേ കമൻറ്റിലൂടെ. അതുപോലെ തന്നെ ഇത് ചിലർ ആദ്യമൊക്കെ വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുക ചെയ്യാറ്, പക്ഷെ ഞാനിവിടെ ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്യുക. വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അതിനുള്ള വെള്ളം കയറിയിട്ട് ആ ടേസ്റ്റ് അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ്.
ഇനി കൂന്തൽ കിട്ടുമ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത് ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ഇതുപോലെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, നമുക്ക് കൂന്തളും പിന്നെ അതിലുള്ള റൈസും ഇഞ്ചി പച്ചമുളക് നല്ല ടേസ്റ്റും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കടിക്കാൻ. അപ്പോൾ ഇഷ്ടമാവും. ഇത് കാണാനും അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും സേഫായിട്ടിരിക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.